നമസ്കാരം. നല്ലൊരു ഞായറാഴ്ചയായിട്ട് തലേന്ന് വെച്ച ചോറും പരിപ്പൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് ഒരു പിടുത്തങ്ങൾ പിടിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഹായ്, ആ ലേശം ബോറിംഗ് ആയിട്ട് തോന്നില്ലേ? പക്ഷേ തലേ ദിവസം വെച്ച ചോറ് വെച്ചിട്ട് നമ്മളൊരു വെറൈറ്റി സാധനം കുറച്ച് എഫേർട്സ് ഇട്ടിട്ട് കുറച്ച് പൈസ ചിലവാക്കിയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചേട്ടൻ കാണിച്ചു തരാം. സോ ഒട്ടും സമയം വൈകുന്നില്ല. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഐറ്റത്തിന് വേണ്ടത് കുറച്ച് മുട്ട, ചോപ്ഡ് ചില്ലീസ്, ഗാർലിക്, സ്പ്രിംഗ് ഓണിയൻസ്, ഗ്രീൻ ആൻഡ് വൈറ്റ് സെപ്പറേറ്റഡ് ആയിട്ട് വെച്ചത്, ലേശം MSG ഓപ്ഷനിലാണ്, സോയ് സോസ്, ഓയിസ്റ്റർ സോസ് അഗെയിൻ ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഓയിസ്റ്റർ സോസ് ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കാണിച്ചു തന്ന സ്ഥിതിക്ക് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കും എന്ന് കരുതുന്നു. ആ സമയത്ത് ഈ ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്ന് ചേട്ടൻ പറയാം. ഞാൻ കോയമ്പത്തൂർ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച സമയത്ത്, അതായത് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കണം എന്ന മട്ടിൽ പോയിരുന്ന സമയത്ത് ഞായറാഴ്ചകൾ പൊതുവെ കട്ട ശോകമായിരുന്നു. കാരണം ഫുൾ ടൈം വീട്ടിലിരിപ്പാ, പുറത്തിറങ്ങിയ ചിലവല്ലേ. എന്നാൽ ഒരു ഞായറാഴ്ച അല്ലേ, നല്ല ഫുഡ് അടിക്കണമെന്ന് വെച്ചാൽ വീട്ടിലധികം സാധനങ്ങൾ ഉണ്ടാവില്ല, ഉള്ളത് കൊണ്ട് കുക്ക് ചെയ്യാനും വലിയ അറിവും ഉണ്ടാവില്ല. പിന്നെ വല്ല ചോറും പരിപ്പും കറിയൊക്കെ ഉണ്ടാവുള്ളൂ. ഈ പരിപ്പും കറിയും ചോറും വേറെ തന്നെ ഒരു വൈബാണ്, വേറൊരു വികാരമാണ്. ബട്ട് എന്തോ അതൊരു സൺഡേ വൈബല്ല. എന്തായാലും അന്ന് രാവിലെ കഴിച്ച യിപ്പി നൂഡിൽസ് ദഹിച്ചപ്പോൾ ഉച്ചയ്ക്ക് എന്ത് കഴിക്കുമെന്നായി എൻ്റെയും എൻ്റെ റൂംമേറ്റിൻ്റെയും ചോദ്യം. അക്കൗണ്ടിലാണെങ്കിൽ അന്ന് എൻ്റെ കയ്യിൽ 50 രൂപ, അവൻ്റെ കയ്യിലാണെങ്കിൽ 60 രൂപ. അന്ന് പിന്നെ ഈ GPay, ഫോൺപേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. 50 നോട്ട് ATM നിന്ന് വലിക്കാനും പറ്റില്ല. ക്യാഷ് ആയിട്ട് ആകെ ഉണ്ടായത് ഒരു 40 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, ഞങ്ങളുടെ 2 പേരുടെ ബാങ്ക് അക്കൗണ്ട്, അത് ഒരേ ബാങ്ക് അക്കൗണ്ട്, ഒരേ അക്കൗണ്ട് എന്നല്ല, ഒരേ ബാങ്ക് ആയിരുന്നു. അപ്പോൾ ATM വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് വേറൊരു കാർഡിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള ഒരു സംഭവം. അത് ഇപ്പം അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല. ഇപ്പം നമുക്ക് ഫോൺപേ GPay കൂടെ ചെയ്യാം. പണ്ടത്തെ ഉണ്ടായിരുന്ന സെറ്റപ്പാണ്. എന്നായാലും അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആ ബാങ്കിലേക്ക് പോകാൻ ബസ് കയറിപ്പോയി. കാരണം ആ ബാങ്ക് കുറച്ച് ദൂരെയായിരുന്നു. ബട്ട് ഡെസ്പറേറ്റ് ടൈംസ് ഡെസ്പറേറ്റ് മെഷേഴ്സ് എന്നൊക്കെ പറയല്ലോ, ആ രീതിയിൽ. എന്തായാലും പ്ലാൻ ഫ്ലോപ്പായി. ബാങ്ക് അന്ന് അവധിയായിരുന്നു, അന്ന് പൂട്ടിയിരിപ്പായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നു. ആ 40 രൂപ തീരുമാനമായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്ന് ഉച്ചയ്ക്ക് ചോറും പരിപ്പും കഴിച്ചങ്ങ് സമാധാനിച്ചു. വൈകുന്നേരം കൂട്ടുകാർ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളായിരുന്നു അന്നത്തെ ഒരു സിൽവർ ലൈൻ. പക്ഷേ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടണ്ട. തലേ ദിവസത്തെ ചോറ് വളരെ സിമ്പിളായി നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാം. അടിപൊളി, ഒന്നും പറയാനില്ല. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, പക്ഷെ സാധനം വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് വീട്ടിലുള്ള ചുരുക്കം സാധനങ്ങൾ വെച്ചിട്ട്, ഈ ചില സാധനങ്ങൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധനം ഉണ്ടാക്കാം. ഇപ്പം നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മുട്ട, ഓയിസ്റ്റർ സോസ് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ കുറച്ച് ബീൻസോ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ഇതേ സാധനം തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും കൂടുതൽ റെസിപ്പീസായിട്ട് ചേട്ടൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഗുഡ് ബൈ.